നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നാഴികക്കല്ലാവേണ്ട നാരി ശക്തി വന്ദൻ അതിനിയമം അഥവാ വനിതാ സംരക്ഷണ ബില്ലിനെ ചൊല്ലി ഇന്ന് വലിയ ചർച്ചകളാണ് നടക്കുന്നത്. ദശാബ്ദങ്ങളായി പല സർക്കാരുകൾ വരികയും പോവുകയും ചെയ്തു. എല്ലാവരും സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് പ്രസംഗിച്ചു. പക്ഷേ അത് പ്രവൃത്തി പദത്തിലെത്തിക്കാൻ നരേന്ദ്രമോദി എന്ന കരുത്തനായ പ്രധാനമന്ത്രി വരേണ്ടി വന്നു. എന്നാൽ ഈ ചരിത്രപരമായ നീക്കത്തെ പോലും രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി എതിർക്കാനും ജനങ്ങളിൽ ഭീതി പടർത്താനും പ്രതിപക്ഷം നടത്തുന്ന നീക്കങ്ങൾ നാം കാണാതെ പോകരുത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർത്തിയ വാദങ്ങൾ പരിശോധിച്ചാൽ സ്ത്രീ ശാക്തീകരണത്തെക്കാൾ ഉപരി വിഭജന രാഷ്ട്രീയത്തിനാണ് അവർ മുൻഗണന നൽകുന്നതെന്ന് വ്യക്തമാകും. രാഹുൽ ഗാന്ധി പറയുന്നു സ്ത്രീകൾക്ക് അധികാരം നൽകുന്നത് ദേശവിരുദ്ധമാണെന്ന്. പ്രിയങ്ക ഗാന്ധി പറയുന്നു സ്ത്രീകളുടെ അവകാശം തടഞ്ഞത് ജനാധിപത്യത്തിന്റെ വിജയമാണെന്ന്. ഭാരതത്തിലെ സ്ത്രീ ശക്തിയെ ഇത്രത്തോളം അപമാനിക്കുന്ന മറ്റൊരു പ്രസ്താവന ചരിത്രത്തിലുണ്ടോ? വികസനത്തെയും ശാക്തീകരണത്തെയും വിഭജനത്തിന്റെ കണ്ണിലൂടെ മാത്രം കാണുന്ന കോൺഗ്രസ് നേതാക്കളുടെ ഈ ഇരട്ടത്താപ്പിന് പിന്നിലെ സത്യം എന്താണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തിനാണ് ഈ നീക്കത്തിൽ ഉറച്ചു നിന്നത്? പ്രതിപക്ഷം എന്തിനാണ് ഇതിന് ഇത്രയധികം ഭയപ്പെടുന്നത്? നമുക്ക് പരിശോധിക്കാം. രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗങ്ങളിൽ വനിതാ സംവരണ ബില്ലിനെ വിശേഷിപ്പിക്കുന്നത് ദേശവിരുദ്ധം എന്നാണ്. ഭാരതത്തിലെ സ്ത്രീകൾക്ക് അധികാരം നൽകുന്നത് എങ്ങനെയാണ് ഒരു ദേശവിരുദ്ധ നീക്കമാകുന്നത്? ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെയും BJP തകർക്കാൻ ശ്രമിക്കുന്നു എന്ന ഭീതി പരത്തി ജനങ്ങളെ വിഭജിക്കാനാണ് കോൺഗ്രസ് ഇവിടെ ശ്രമിക്കുന്നത്. മണ്ഡല പുനർനിർണയം എന്നത് ഭരണഘടനാപരമായ ഒരു പ്രക്രിയയാണ്. രാജ്യത്തെ ജനസംഖ്യയ്ക്ക് അനുസരിച്ച് ജനപ്രതിനിധികൾ ഉണ്ടാകണമെന്നത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനമാണ്. അതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി ജനങ്ങളിൽ സംശയം ഉണ്ടാക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവിന് ചേർന്നതല്ല. തമിഴ്നാടിന്റെ ഭാഷയെയും മറ്റും മോദി തകർക്കുന്നു എന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുമ്പോൾ അദ്ദേഹം ഒരു കാര്യം മറന്നുപോകുന്നു. തമിഴ് സംസ്കാരത്തെ ആഗോളതലത്തിൽ ഉയർത്തിക്കാണിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സെങ്കോൽ പ്രതിഷ്ഠയും കാശി തമിഴ് സംഘവും എല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ്. വികസനത്തെയും ശാക്തീകരണത്തെയും വിഭജനത്തിന്റെ കണ്ണിലൂടെ മാത്രം കാണുന്ന രാഹുലിന്റെ രാഷ്ട്രീയം രാജ്യത്തിന്റെ ഐക്യത്തിന് ഭീഷണിയാണ്. തമിഴ് ജനതയുടെ രാഷ്ട്രീയ ബോധത്തെ പരിഹസിക്കുന്ന ഇത്തരം പ്രസ്താവനകൾ ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. ഇനി മറുഭാഗത്ത് പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണമാകട്ടെ ഇതിലും വിചിത്രമാണ്. വനിതാ സംവരണ ഭേദഗതി ബില്ല് പരാജയപ്പെട്ടതിനെ അവർ ജനാധിപത്യത്തിന്റെ വിജയം എന്ന് വിശേഷിപ്പിക്കുന്നു. സ്ത്രീകളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കപ്പെട്ടതിനെ എങ്ങനെയാണ് വിജയമായി കാണാൻ കഴിയുക? കോൺഗ്രസ് പതിറ്റാണ്ടുകളോളം അധികാരത്തിലിരുന്നപ്പോൾ എന്തുകൊണ്ട് ഈ ബില്ല് പാസാക്കിയില്ല എന്ന ചോദ്യത്തിന് അവർക്ക് മറുപടിയില്ല. അന്ന് സ്വന്തം കസേര സംരക്ഷിക്കാൻ വേണ്ടി സ്ത്രീകളെ വഞ്ചിച്ചവർ ഇന്ന് മോദി അത് നടപ്പിലാക്കാൻ ഉറച്ചപ്പോൾ പലവിധ ന്യായങ്ങൾ പറഞ്ഞ് തടസ്സപ്പെടുത്തുകയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ ഒരു കാര്യം നോക്കൂ. ഒരു സ്ത്രീ ആയിരുന്നിട്ട് കൂടി വനിതാ സംവരണ ബില്ല് പരാജയപ്പെട്ടതിനെ ജനാധിപത്യത്തിന്റെ വിജയം എന്ന് വിശേഷിപ്പിക്കാൻ അവർക്ക് എങ്ങനെ സാധിക്കുന്നു? കോൺഗ്രസ് പതിറ്റാണ്ടുകളോളം അധികാരത്തിലിരുന്നപ്പോൾ എന്തുകൊണ്ട് ഈ ബില്ല് പാസാക്കിയില്ല? ബില്ലിന്റെ വിവരങ്ങൾ വൈകിയാണ് നൽകിയതെന്നും OBC സംവരണം വേണമെന്നും പറയുന്നവർ സത്യത്തിൽ സ്ത്രീ ശാക്തീകരണത്തെ ഭയപ്പെടുകയാണ്. സ്ത്രീകളെ വെറും വോട്ട് ബാങ്കായി മാത്രം കാണുന്ന കോൺഗ്രസ് അവർക്ക് യഥാർത്ഥ അധികാരം ലഭിക്കുന്നത് തടയാൻ വേണ്ടിയാണ് ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾ കളിക്കുന്നത്. ഏപ്രിൽ 17 കറുത്ത ദിനമാണെന്ന് പ്രിയങ്ക പറയുന്നു. ശരിയാണ്, ഇന്ത്യൻ സ്ത്രീകളുടെ സ്വപ്നങ്ങൾക്ക് മേൽ കോൺഗ്രസ് കരിനിഴൽ വീഴ്ത്തിയ കറുത്ത ദിനമാണത്. പ്രതിപക്ഷം എത്രയൊക്കെ തടസ്സങ്ങൾ സൃഷ്ടിച്ചാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദൗത്യത്തിൽ നിന്ന് പിന്നോട്ടു പോകാൻ തയ്യാറല്ല. അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. സ്ത്രീ നേതൃത്വത്തിലുള്ള വികസനം. 2047 ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാകണമെങ്കിൽ ജനസംഖ്യയുടെ പകുതി വരുന്ന സ്ത്രീകളുടെ പങ്കാളിത്തം നിയമനിർമ്മാണ സഭകളിൽ ഉറപ്പാക്കിയേ തീരുമെന്ന് പ്രധാനമന്ത്രി വിശ്വസിക്കുന്നു. 2014 2019 BJP നൽകിയ പ്രധാന വാഗ്ദാനമായിരുന്നു വനിതാ സംവരണം. പറഞ്ഞ കാര്യം പ്രവൃത്തിയിൽ കാണിക്കുക എന്ന മോദിയുടെ നയം തന്നെയാണ് ഇവിടെയും വിജയിച്ചത്. അന്തസ്സുള്ള ജീവിതം. പാവപ്പെട്ട സ്ത്രീകൾക്ക് ഗ്യാസ് കണക്ഷനും അടച്ചുറപ്പുള്ള വീടും ശുചിമുറികളും നൽകി അവരുടെ അന്തസ് ഉയർത്തിയ നേതാവാണ് നരേന്ദ്രമോദി. അതിന്റെ അടുത്ത ഘട്ടമാണ് രാഷ്ട്രീയ ശാക്തീകരണം. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പടർത്തുന്ന ഭീതികൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. വികസനത്തിന്റെ പാതയിൽ ഒരു സംസ്ഥാനത്തോടും വിവേചനം കാണിക്കാത്ത മോദി സർക്കാർ സ്ത്രീ ശാക്തീകരണത്തിന്റെ കാര്യത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിലാണ്. പ്രതിപക്ഷം വിഭജനത്തിന്റെ രാഷ്ട്രീയം പറയുമ്പോൾ നരേന്ദ്രമോദി ഐക്യത്തിന്റെയും ശാക്തീകരണത്തിന്റെയും രാഷ്ട്രീയമാണ് സംസാരിക്കുന്നത്. സ്ത്രീകളെ വോട്ട് ബാങ്കായി മാത്രം കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് അവരെ രാജ്യത്തിന്റെ തീരുമാനങ്ങൾ എടുക്കുന്ന കരുത്തരായി മാറ്റുന്ന വിപ്ലവകരമായ മാറ്റമാണ് മോദി സർക്കാർ കൊണ്ടുവന്നത്. ഭാരതത്തിലെ സ്ത്രീകൾ ഉണർന്നു കഴിഞ്ഞു. അവർക്കറിയാം ആരാണ് തങ്ങളെ വഞ്ചിക്കുന്നതെന്നും ആരാണ് തങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്നതെന്നും.
മോദി പടുത്തുയർത്തുന്ന ഈ നവഭാരതത്തിൽ പ്രതിപക്ഷത്തിന്റെ ഇത്തരം വിഭജന തന്ത്രങ്ങൾ വിലപ്പോകില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുവന്ന വനിതാ സംവരണ ബില്ലിനെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇത്രത്തോളം നഖശികാന്തം എതിർക്കുന്നതിന് പിന്നിലെ ഏറ്റവും വലിയ കാരണം അവരുടെ കുടുംബവാഴ്ചയ്ക്ക് ഏൽക്കുന്ന പ്രഹരം തന്നെയാണ്. ഇന്ത്യയിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന വാരേണി വർഗ രാഷ്ട്രീയത്തെയും കുടുംബവാഴ്ചയെയും വേരോടെ പിഴുതെറിയാൻ ഈ ബില്ലിന് സാധിക്കും. വനിതാ സംവരണം വരുന്നതോടെ തറവാടിത്തത്തിന്റെയോ കുടുംബ പേരിന്റെയോ മഹിമയില്ലാത്ത സാധാരണക്കാരായ 14 കണക്കിന് സ്ത്രീകൾ പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും എത്തും. ഇത് തലമുറകളായി അധികാരം കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിരിക്കുന്നവർക്ക് വലിയ ഭീഷണിയാണ്. പുതിയ നേതൃത്വങ്ങൾ താഴെത്തട്ടിൽ നിന്ന് വളർന്നു വരുന്നത് ഇവർക്ക് സഹിക്കാനാവില്ല. മണ്ഡലങ്ങൾ സംവരണം ചെയ്യപ്പെടുമ്പോൾ പല പ്രമുഖ നേതാക്കൾക്കും തങ്ങളുടെ കുത്തക സീറ്റുകൾ വിട്ടുകൊടുക്കേണ്ടി വരും. അധികാരം കൈവിട്ടു പോകുമെന്ന ഈ അരക്ഷിതാവസ്ഥയാണ് രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഈ ബില്ലിനെ ദേശവിരുദ്ധം എന്ന് വിളിപ്പിക്കുന്നത്. സത്യത്തിൽ രാജ്യത്തിനല്ല, മറിച്ച് സ്വന്തം കുടുംബത്തിന്റെ രാഷ്ട്രീയ ഭാവിക്കാണ് ഇവിടെ തിരിച്ചടിയേൽക്കുന്നത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉയർത്തുന്ന വിഘടനവാദപരമായ ഈ കാര്യങ്ങളെല്ലാം തന്നെ സ്വന്തം രാഷ്ട്രീയ സാമ്രാജ്യം തകരാതിരിക്കാനുള്ള അവസാനവട്ട ശ്രമങ്ങളാണ്. എന്നാൽ മോദിയുടെ നേതൃത്വത്തിൽ ഭാരതം ഈ കുടുംബവാഴ്ചയുടെ ചങ്ങലകൾ പൊട്ടിച്ചെറിയുക തന്നെ ചെയ്യും. രാജ്യത്തെ സാധാരണക്കാരായ സ്ത്രീകൾ നാളെ നിയമസഭകളിൽ ഇരിക്കുമ്പോൾ അത് കോൺഗ്രസ് പ്രീണന രാഷ്ട്രീയത്തിന് ഏൽക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി തന്നെയായിരിക്കും. ഒരു നിയമനിർമ്മാണ സഭയിൽ ജനപ്രതിനിധികൾ ഒന്നടങ്കം പിന്തുണയ്ക്കേണ്ട, രാജ്യത്തിന്റെ പകുതിയോളം വരുന്ന ജനതയുടെ അന്തസ്സും അവകാശവും ഉറപ്പാക്കേണ്ട ഒരു ബില്ല് കേവലം രാഷ്ട്രീയ പകപോക്കലിന്റെ ഇരയായി മാറിയത് നമ്മൾ കണ്ടു. ഇത് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള ഒരു തർക്കമല്ല, മറിച്ച് രാജ്യത്തിന്റെ പുരോഗതിയെ പിന്നോട്ട് വലിക്കാൻ ശ്രമിക്കുന്ന ശക്തികളും അതിനെ നയിക്കാൻ പോരാടുന്നവരും തമ്മിലുള്ള യുദ്ധമാണ്. നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയും അമിത്ഷാ എന്ന സംഘാടനവും ഈ ബില്ലിലൂടെ വിഭാവനം ചെയ്തത് ഭാരതത്തിന്റെ സാമൂഹ്യ ഘടനയിൽ തന്നെ മാറ്റം വരുത്തുന്ന ഒരു വിപ്ലവമായിരുന്നു. പാരമ്പര്യമായി അധികാരം കുത്തകയാക്കി വെച്ചിരിക്കുന്ന ചില കോട്ടകൾ തകർക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ആ ഭയം പ്രതിപക്ഷ നേതാക്കളുടെ മുഖത്ത് വ്യക്തമായിരുന്നു. ആ ഭയമാണ് അവരെ കൊണ്ട് ഈ ചതി ചെയ്യിപ്പിച്ചത്. ജനസേവനമല്ല, മറിച്ച് സ്വയം സേവനമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള നിര ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഭാരതം ഇന്ന് മാറ്റത്തിന്റെ പാതയിലാണ്. ആ മാറ്റം വെറും ഒരു സാങ്കേതിക വികസനത്തിലോ സാമ്പത്തിക വളർച്ചയിലോ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് ഈ രാജ്യത്തെ പകുതിയോളം വരുന്ന സ്ത്രീ സമൂഹത്തിന് അർഹമായ അധികാരം നൽകിക്കൊണ്ടുള്ള ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന്റേതാണ്. നരേന്ദ്രമോദി എന്ന ദീർഘദർശിയായ ഭരണാധികാരി വിഭാവനം ചെയ്യുന്ന ഈ നവഭാരതത്തിൽ സ്ത്രീ ശാക്തീകരണം എന്നത് വെറും പ്രസംഗങ്ങളിലെ വ്യാജക കസർത്തല്ല, മറിച്ച് അത് പ്രവൃത്തിയിലൂടെ തെളിയിക്കപ്പെട്ട സത്യമാണ്. എതിർപ്പുകൾ സ്വാഭാവികമാണ്, പ്രത്യേകിച്ച് അധികാരത്തിന്റെ കുത്തക കൈവശം വെച്ചിരിക്കുന്നവർക്ക്. സാധാരണക്കാരായ സ്ത്രീകൾ നിയമനിർമ്മാണ സഭകളിലേക്ക് കടന്നു വരുന്നത് വലിയ അലസോരമുണ്ടാക്കും. ജനങ്ങളിൽ ഭീതി പടർത്തിയും വിഭജനത്തിന്റെ വിത്തുകൾ പാകിയും ഈ വിപ്ലവകരമായ നീക്കത്തെ തടയാൻ ശ്രമിക്കുന്നവർ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് തള്ളപ്പെടുക തന്നെ ചെയ്യും. ഇത് 2026 ഭാരതമാണ്. ഇവിടുത്തെ സ്ത്രീകൾക്ക് തങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് ബോധ്യമുണ്ട്. ആരാണ് തങ്ങളെ വോട്ട് ബാങ്കായി കണ്ടതെന്നും ആരാണ് തങ്ങളുടെ അന്തസ്സിനായി നിലകൊണ്ടതെന്നും അവർക്കറിയാം. പ്രാദേശികവാദങ്ങളും ഭാഷാപരമായ ഭിന്നതകളും ഉയർത്തിക്കാണിച്ച് രാജ്യത്തിന്റെ ഐക്യം ചോദ്യം ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ടത് ഭാരതത്തിന്റെ ഓരോ കോണിലും, അത് കാശ്മീർ ആയാലും കന്യാകുമാരി ആയാലും, വികസനത്തിന്റെ ഗുണഫലങ്ങൾ വിവേചനമില്ലാതെ എത്തിക്കാൻ മോദി സർക്കാർ തയ്യാറാണെന്നാണ്. ഈ നിശ്ചയദാർഢ്യമാണ് വനിതാ സംവരണ ബില്ലിന് പിന്നിലും പ്രവർത്തിക്കുന്നത്. പ്രതിപക്ഷം സൃഷ്ടിക്കുന്ന കരുനിഴലുകൾക്കും തടസ്സവാദങ്ങൾക്കും ഈ സൂര്യോദയത്തെ തടയാൻ കഴിയില്ല. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.